ഓക്കെ. ഇത് തീർത്തും അനീതിയുമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു സിസ്റ്റേഴ്സിന് ഈ കേരളം മുഴുവൻ മിഷൻ ചെയ്യാനായിട്ട് യാത്ര ചെയ്യാനോ അർഹിക്കുന്നവർക്ക് ജോലി കൊടുക്കുവാനോ ഭക്ഷണം കൊടുക്കുവാനോ മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നവരാണ്. സാമൂഹ്യ സേവനം ആരാലെയും ഗവൺമെൻറ് ഒന്നും എത്താത്തിടത്ത് ഞങ്ങൾ പോയി ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ആസാം അരുണാചലിലൊക്കെ ഞങ്ങൾ മിഷന് പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്തിടത്ത് ഞങ്ങൾ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന അവരുടെ മാനുഷികമായിട്ട് ഒരു പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. നല്ല മനുഷ്യരാക്കാനാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്, അല്ലാണ്ട് മതം മാറ്റുകയല്ല അവിടെ ചെയ്യുന്നത്. ജോലിയില്ലാത്ത സാമ്പത്തികമായിട്ട് ഒരു കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ട് 2 കുഞ്ഞുങ്ങൾക്ക് 3 പെൺപിള്ളേർക്ക് ജോലി കൊടുത്തതിൻ്റെ കൊടുക്കാനായിട്ടാണ് ആ സിസ്റ്റേഴ്സ് അവർ കൊണ്ടുപോയത്. അതിനകത്ത് എന്താണ് തെറ്റിരിക്കുന്നത്? അവർക്ക് ആ പിള്ളേരുടെ ആ കുടുംബത്തെ ഒരു സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉള്ള ഒരു അവസരമായിരുന്നു അതാണ് അവർ നിഷേധിച്ചിരിക്കുന്നത്. അത് ശരിയാണ്. വിദ്യാഭ്യാസമുണ്ട്, പ്രായപൂർത്തിയായ പിള്ളേരാണ്, അവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ നമുക്ക്? വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന വേദികളിലെല്ലാം വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തിലൂടെ അവരെ നല്ല മനുഷ്യരാക്കുന്നു. അവർക്ക് നല്ല ജോലികൾ അവരുടെ കഴിവനുസരിച്ച് അവർക്ക് ജോലി സാധ്യതകൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് പല മേഖലകളിലെത്താൻ.